ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോണത് കടല വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ. അപ്പോൾ ഒരു സവാള, അല്പം പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കോൺഫ്ലവർ, ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 4-5 മണിക്കൂർ നമുക്ക് ഈ കടല ഒന്ന് കുതിർത്ത് എടുത്തതിന് ശേഷം അതിലെ വെള്ളം എല്ലാം ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ല പോലെ അരച്ചെടുക്കേണ്ട, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മാത്രം മതി. ഇനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഗരം മസാലയും പിന്നെ 1/2 കപ്പ് കോൺഫ്ലവറും ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ആ സമയം കൊണ്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മിക്സ് കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടും ഇനി കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തി എടുത്തിട്ട് അങ്ങനെയാണ് ആ ഒരു വടയുടെ ഷേപ്പാക്കിയിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ കോൺഫ്ലവറിന് പകരമായിട്ട് മൈദ വെച്ചിട്ടും ഈ ഒരു വട, കടല വെച്ചിട്ടുള്ളൊരു വട റെസിപ്പി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ മാക്സിമം കുറച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി അത് ബോറടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കടല വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു വട തയ്യാറാക്കാവുന്നതാണ്. എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.